Hello guys, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Guys, നമ്മൾ യൂഷ്വലി ഹെൽമെറ്റ് ഒക്കെ ഇപ്പോൾ കോവിഡ് സമയമാണ് അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് ഒന്നും അധികം തന്നെ യൂസ് ചെയ്യാറില്ല. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമായിരിക്കും, പൊടി പിടിച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ആകമൊക്കെ പൂക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലെയൊക്കെ തന്നെയാണ് ഹെൽമെറ്റ്. നമ്മൾ 1 മാസമോ അല്ല 2 മാസമൊക്കെ കൂടുമ്പോൾ യൂഷ്വലി ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ തലയിലുണ്ടാകുന്ന ചെളിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെൽമെറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ യൂഷ്വലി ഹെൽമെറ്റിന് ഒരു ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഗൈസ്, നമ്മളിന്നൊരു ഹെൽമെറ്റ് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും നോക്കുന്നതാണ്. നമ്മൾ ഈ ഹെൽമെറ്റാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. MTയുടെ മ്യൂഗെല്ലോ എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിൻ്റെ പാഡ്സ് എല്ലാം തന്നെ റിമൂവബിളാണ്. നമ്മുടെ ഒരു 1800 പ്രൈസ് റേഞ്ചിന് മുകളിലോട്ട് വന്ന ഹെൽമെറ്റിൻ്റെ എല്ലാം തന്നെ പാഡുകളെല്ലാം തന്നെ റിമൂവബിളാണ്. ആദ്യം നമുക്ക് ഈ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു 3 സ്റ്റേജ് ഉണ്ട്. ആദ്യം നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ ഈ അകത്തെ പാഡൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ എക്സ്റ്റീരിയർ, അതുപോലെ തന്നെ ഈ വൈസേഴ്സ്, ഇങ്ങനത്തെ ഏരിയാസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകത്തെ ഇൻറ്റീരിയർ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുക. ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഈ പാഡ് റിമൂവ് ഇവിടെ ലോക്കുണ്ട്, 3 ലോക്കുണ്ട്. ഈ ലോക്ക് 3 ഊരി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ കവിള് ഊരിപ്പ് വരും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ കവിള് ഈ സെയിം മെത്തേഡിൽ തന്നെ 3 ലോക്കുള്ളൂ. ആ ലോക്ക് ഊരി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ കവിള് ഇതുപോലെ തന്നെ ഊരിപ്പ് വരും. പിന്നെ അകത്തതിൻ്റെ ഒരു ഇന്നർ ഈ ഒരു പാഡ്, കഴിഞ്ഞ് പാടങ്ങിയുള്ള ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു 3 പാഡെല്ലാം ഊരിയിട്ടുണ്ട്. ആ 3 പാട് വരും. അതുപോലെ തന്നെ ഈ ഒരു ചിന്നൊരു പാടുണ്ട്. ഈ 4 പാടാണ് നമുക്ക് ഇൻറ്റീരിയറിൽ ആദ്യം വാഷ് ചെയ്യേണ്ടത്. സോ ഗൈസ്, നമ്മുടെ ഹെൽമെറ്റിൻ്റെ ആദ്യം തന്നെ നമ്മുടെ ഇൻറ്റീരിയർ ഈ പാടുകൾ ഫുള്ളായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഒരു ഷാമ്പൂ, ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ചിലരൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തല വാഷ് ചെയ്യുന്ന ഷാമ്പൂ എപ്പോഴും യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ തല വെക്കുന്ന ഹെൽമെറ്റാണ്. സോ നമ്മുടെ മുടിക്കൊക്കെ അത്ര കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടാണ്. സോ ആഫ്റ്റർ മാർക്കറ്റിലുള്ള ഈ പറയുന്ന ഹെൽമെറ്റ് ക്ലീനേഴ്സ് ഒന്ന് മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ തല വെക്കുന്നതായിട്ട് തന്നെ നോർമലി ഹെയർ വാഷ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാവുള്ളൂ നമ്മുടെ ക്ലീൻ ചെയ്യാനായിട്ട്. സോ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഷാമ്പൂ എടുത്തിട്ട് ജസ്റ്റ് പൊട്ടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം. പതപ്പിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. സോ ഗൈസ്, ഒരു 5 മിനിറ്റോളം ഈ പാഡിങ് ഈ വെള്ളത്തിൽ എന്തായാലും മുക്കി വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടോ. സോ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ പാഡിങ്ങുകളെടുത്ത് നന്നായിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചെളി ഫുള്ളായിട്ടൊന്ന് കളയുക. ഇപ്പോൾ വെള്ളത്തിലോട്ട് അത്യാവശ്യം നന്നായിട്ട് ചെളി ഇറങ്ങുന്നുണ്ട്, ഈ പറയുന്ന ചെളി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന പാഡിങ്ങുകളൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും പിഴിയാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞ സെയിം മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഓരോ പാഡിങ്ങൾ അതുപോലെ തന്നെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് ചെളി നന്നായിട്ട് കളയുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളതുകൊണ്ട് അധികം ചെളിയൊന്നുമില്ല. നിങ്ങൾ ഈ അധികമായിട്ട് ഒത്തിരി നാളായിട്ട് ക്ലീൻ ചെയ്യാത്ത ഹെൽമെറ്റ് ആണെങ്കിൽ നല്ല രീതിക്ക് ചെളി കാണും. സോ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞ റബ്ബ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെളി കളയുക. ഫുള്ളായിട്ട് റബ്ബ് ചെയ്തിട്ട് ഈ പറയുന്ന ഈ ഓരോ പാഡിങ്ങും ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊന്ന് മാറ്റി വെക്കുക. നമുക്ക് ഒന്നുകൂടി വേറെ വെള്ളത്തിൽ കഴുകണമുണ്ട്. സോ ഇതിനകത്ത് ഈ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഒരിക്കലും ഈ ഇങ്ങനെ ഒടിച്ചൊന്നും പിഴിയാൻ ശ്രമിക്കരുത്, കാരണം ഈ ഒരു പാഡിങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു വെള്ളത്തിൽ കഴുകുക.
അപ്പോൾ രണ്ടാമത് വേറെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക. 2 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഈ പാട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈ തല ഷാമ്പൂവിൻ്റെ പത ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം, ഇപ്പോൾ നോർമലി ഇതുപോലെ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പാഡിങ്സ് ഫുള്ളായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങാനായിട്ട് ഒന്നെങ്കിൽ അഴയിൽ ജസ്റ്റ് തൂക്കിയിടുക, അല്ലെങ്കിൽ നോർമലി നിലത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലിൽ എന്തെങ്കിലും ടവലിൽ കാര്യങ്ങൾ വെക്കുക. ഞാനിപ്പം ജസ്റ്റ് ഇവിടെ നോക്കണേ, അത്യാവശ്യം നല്ല വെയിലുള്ള സമയം കൊണ്ട് അവിടെ ഇരുന്ന് പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഈ പറയുന്നത് ഇതുപോലെ തന്നെ എല്ലാ പാഡിങ്ങും നന്നായിട്ട് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉണങ്ങാൻ വെക്കുക. സോ അത്യാവശ്യം പാഡിങ്സ് എല്ലാം ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, അതായത് പാഡിങ്സ്. ഈ ഹെൽമെറ്റിൻ്റെ ഈ ഒരു ഇൻറ്റീരിയറും കൂടി വാഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻറ്റീരിയർ വാഷ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കുറച്ച് കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി എടുത്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് എന്തെങ്കിലും നോർമൽ തുണി എടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ കോട്ടൺ വേസ്റ്റ് ഉള്ളതുകൊണ്ട് കോട്ടൺ വേസ്റ്റ് എടുക്കണം. നന്നായിട്ട് ഈ ഒരു പറഞ്ഞ ഏരിയാസ് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. സോപ്പും വെള്ളത്തിൽ വൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ നോർമൽ വാട്ടറിലാണെന്ന് വൈപ്പ് ചെയ്താൽ മതി. ഈ ഒരു ഏരിയ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഈ പറഞ്ഞ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ വൈസറും ഇതുപോലെ തുണി വെച്ച് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് ചെളി കളഞ്ഞെടുക്കുക. സോ ഇൻറ്റീരിയർ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഈ പറയുന്ന പുറമേ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. സോ ഈ പറയുന്ന വൈസർ ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് ക്ലീൻ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് പൊടി കളഞ്ഞ ശേഷം വീണ്ടും ഒന്നുകൂടി വെള്ളത്തിൽ മുക്കി വൈപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്താൽ മതി. ഹെൽമെറ്റിൻ്റെ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ഈ അടിഭാഗവും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നോർമലി വണ്ടി വാഷ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്യുന്ന, അതായത് പ്രത്യേകം ഷാമ്പൂ ഇടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഷാമ്പൂ ഇട്ട് കഴിഞ്ഞ് ഈ ഒരു കാരണം പറഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങൾ ഫുള്ള് ഫെയ്ഡായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്താൽ മതി. വൈസറിലൊന്നും വേറെ ഈ പറയുന്ന കണക്ക് മറ്റേ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സാധനം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോർമലി ഇതുപോലെ തന്നെ ക്ലോത്ത് ചെയ്ത് വൈപ്പ് ചെയ്താൽ മതി. അത്യാവശ്യം ഫുള്ളായിട്ട് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി പറയണ വൈസറിൻ്റെ ഈ ഒരു അടിഭാഗം നന്നായിട്ടൊന്ന് ക്ലോത്ത് വെച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമതൊരു ജസ്റ്റ് ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് ഈ പറയുന്ന ഈ എയർ വെൻറ്റും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇതുപോലെ ഒരു പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം ഈ ജസ്റ്റ് ഈ എയർ വെൻറ്റ് ഒത്തി ചെളി വന്ന് അടിയുന്നുണ്ട്. ഈ കണ്ട തന്നെ ഈ ഒരു ചെളികൾ ഫുള്ളായിട്ട് പോകണമെങ്കിൽ ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം ഈ എയർ ഗ്യാപ്പിൽ എയർ വെൻറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഈ ചെറിയ ഈ എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യണം. അതുപോലെ ഈ മുകളിലെ എയർ വെൻറ്റ് ഈ പറയുന്ന ചെറിയ എയർ വെൻറ്റ്സിലൊക്കെ നന്നായിട്ട് പൊടികളും കാര്യങ്ങളും വന്ന് കയറണമാണ്. അപ്പോൾ ആ ഏരിയ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഈ വൈസറിൻ്റെ ഈ ഒരു ഭാഗം മുകളിൽ ഈ ഒരു ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ വെള്ളത്തിലടയ്ക്ക് നന്നായിട്ട് ബ്രഷ് മുക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ആ ഏരിയയിൽ ചെളി നന്നായിട്ട് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് ആ ഏരിയയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ACP ഹെൽമെറ്റിൻ്റെ അത്യാവശ്യം എല്ലാ ഏരിയയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹെൽമെറ്റിൻ്റെ എക്സ്റ്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പാഡിങ്സ് ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ക്ലീൻ ചെയ്യുക. എക്സ്റ്റീരിയർ ഇതുപോലെ തന്നെ സെയിമായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഹെൽമെറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഹെൽമെറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ്, വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യുന്നുള്ളൂ, വളരെ ഈസിയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഈ പാഡിങ്സ് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഹെൽമെറ്റുകളുണ്ട്. അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ, അതായത് ഈ പാഡിങ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന നോർമലി ഒരു 1500 താഴത്തോട്ടുള്ള ഹെൽമെറ്റുകൾ, അങ്ങനത്തെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് എനിക്കൊരു അത്യാവശ്യം മുഴുത്തൊരു ബക്കറ്റിൽ ഇതുപോലെ ഷാമ്പൂ കലക്കിയതിന് ശേഷം ആ ഹെൽമെറ്റ് ഒരു 20 മിനിറ്റ് ഒരു 20 മിനിറ്റ് ആ വെള്ളത്തിൽ മുക്കി വെക്കുക. വെള്ളത്തിൽ മുക്കിയ ശേഷം ഞാൻ പറഞ്ഞ പോലെ ഹെൽമെറ്റ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് അതിനകത്ത് ചെളി ഫുള്ളായിട്ട് കളഞ്ഞാൽ മതി. സോ ഇത്രയുള്ള ഹെൽമെറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. സോ ഗൈസ് നമ്മുടെ കണ്ടന്റ് എന്തായാലും ഇന്നത്തെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. സോ ഗൈസ് വളരെ സിമ്പിളാണ് ക്ലീനിങ് എല്ലാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിട്ടലും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.